ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പച്ചക്കായും ചേമ്പും ചെറിയുള്ളിയും പച്ചമുളകൊക്കെ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഈ ചേമ്പും അതുപോലെ തന്നെ ഈ വാഴയ്ക്കയെല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴുകി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാതും ക്ലീൻ ചെയ്ത് കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു കുക്കറാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ വാഴയ്ക്ക ഇട്ട് കൊടുക്കുക, പച്ചവാഴക്ക, പിന്നെ എരിവിന് ആവശ്യമായ പച്ചമുളക്, ഒരു 10ഓളം വരുന്ന ചെറിയ ഉള്ളി, അതുപോലെ തന്നെ ചേമ്പ്, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ചേമ്പും അതും ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നടുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വേകാൻ ആവശ്യമായ കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളത്തിൽ ഇത് വേവിച്ചെടുക്കരുത്, കുറച്ച് വെള്ളം തന്നെ മതിയാകും. കുക്കറാകുമ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. 2 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 വിസിൽ വരുന്നത് വരെയാണ് ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. പച്ചവാഴക്കയും ചേമ്പും ഒന്നും അധികം വേവില്ലാത്തതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി വന്നോളൂ. ആ സമയം കൊണ്ട് നമുക്കതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഒരു ചെറിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളത്തിൽ അരക്കേണ്ട, കുറച്ച് വെള്ളം ചേർത്താൽ മതിയാകും. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് 250 ml കപ്പിൽ 1 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. അധികം പുളിയില്ലാത്ത തൈര് എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നല്ല പുളിയൊക്കെ ഉള്ള തൈരാണെങ്കിൽ ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ ഒരു 1/4 കപ്പൊക്കെ എടുത്താൽ മതിയാകും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇതേപോലെ ഒരു വിസ്ക് കൊണ്ട് ഉടച്ചെടുക്കാം, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതിയാകും. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കുക്കറിലെ പ്രഷറൊക്കെ പോയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചേമ്പും അതുപോലെ തന്നെ വാഴയ്ക്കയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചില ചേമ്പുകൾ വേകാൻ കുറച്ച് വൈകും. അപ്പോൾ നിങ്ങളുടെ എടുക്കുന്ന ചേമ്പിൻ്റെ വേവിനനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ചില ചേമ്പ് വേകാൻ കുറച്ച് താമസം എടുക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ലേശം വെള്ളം കൂടുതൽ ചേർക്കേണ്ടി വരുമായിരിക്കും. അപ്പം ഇനി ഇതിലേക്ക് ചേമ്പൊക്കെ വെന്തിട്ടുണ്ടല്ലോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അല്ല വേവിച്ചത്. അപ്പോൾ നമ്മളിത് വെന്തതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കാഞ്ഞത് ചിലപ്പോൾ ചില ചേമ്പ് നമ്മൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ വേകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് വെന്തതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനൊരു മോരും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരവ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഫ്ലെയിം ഓണാക്കിയിട്ടില്ല. ഫ്ലെയിം ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് ഓണാക്കി എടുക്കുന്നത്. ഇനി ഇതൊരുപാട് തിളക്കുകയോ ഒന്നും വേണ്ട, പിരിഞ്ഞു പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതിയാകും. ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് അല്പം കുറച്ച് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതേ അരപ്പ് കൂടെ നമ്മൾ തേങ്ങ അരച്ചത് കൂടെ ചേർത്തിട്ടുണ്ട്. ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് അതുകൂടെ ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് എല്ലാം നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഈ മഞ്ഞളും ഈ തേങ്ങയും തൈരും ഒക്കെ നന്നായിട്ട് യോജിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനിയാണ് ഞാൻ ഫ്ലെയിം ഓണാക്കി കൊടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കുറച്ച് വെച്ചിട്ടാണ് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് തൈര് ചേർത്തതല്ലേ. ഇനി തിളക്കാൻ പാടില്ല, നന്നായിട്ടൊന്ന് ചൂടായി വരണം. ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ്. കണ്ടോ, അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കിയേക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമായൊരു വറവ് കൂടി തയ്യാറാക്കി എടുക്കണം. ഇതാണ് ഈ ചാറിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഒരുപാട് ലൂസിൽ ഈ ചാറ് തയ്യാറാക്കരുത് കേട്ടോ. അതാണ് വേവിക്കുമ്പോൾ വെള്ളം കുറച്ച് വെച്ചാൽ മതി എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നന്നായി പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു പിഞ്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വെക്കുന്ന കറികൾക്ക് ഒരു പിഞ്ച് മുളക് പൊടി കൂടെ ചേർത്ത് താളിക്കുന്നതിൽ ചേർത്തിട്ട് ഇങ്ങനെ നമ്മൾ താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ ആ കറി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയായിരിക്കും. കാണാനും ഒരു ഭംഗിയായിരിക്കും.
അപ്പം ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. ഈ ഒരു കറി മാത്രം മതി നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാനായിട്ട്. അപ്പോൾ ചേമ്പും വാഴക്കയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യുക. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തും. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ഇട്ട് വരെ എല്ലാവർക്കും നന്ദി.